പർശിനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നമ്മൾ ഇന്നുള്ളത് ബേപ്പൂർ പുളിമൂട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അതായത് 26 മുതൽ 29 വരെയാണ് പരിപാടി നടന്നത്. അപ്പോൾ 26-ാം തീയതി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കയറി കാണുക. അതുപോലെ 27-ാം തീയതി നമ്മൾ നല്ലൂർ സ്റ്റേഡിയത്തിലും നടക്കുന്നുണ്ട് വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിപാടികൾ. അവിടുത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കയറി കാണുക. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, 29-ാം തീയതിയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. മൊത്തം തിരക്കാണ് കേട്ടോ. നമ്മുടെ ബേപ്പൂർ എത്തണമെങ്കിൽ തന്നെ നമ്മൾ വരുന്ന റോഡുകളെല്ലാം ബ്ലോക്കാണ്. അത്രയ്ക്കും ജനങ്ങളാണ് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഡ്രോൺ ലൈറ്റ് ഷോ ഉണ്ട്. ഇവിടെ കേരളത്തിൽ ആദ്യമായി തന്നെയാണ് ഈ ഒരു ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടി ഇന്ന് കണ്ടാളാം. ഇന്നലത്തെ ദിവസവും ഡ്രോൺ ലൈറ്റ് ഷോ ചെറുങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ഏതായാലും 8 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പം ഇവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആവാറായി. കട്ട തിരക്കാണ്. അങ്ങോട്ട് പോകാനും അതുപോലെ ഇങ്ങോട്ട് റിട്ടേൺ ഒരുപാട് ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര പ്രയാസമാണ്, അത്രയ്ക്കും തിരക്കാണ് ഇവിടെ. അപ്പം നമ്മളത് ആ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളത് ഗേറ്റൊക്കെ കിടന്ന് മുമ്പോട്ടേക്ക് പോകണ്. അക്കരെയൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ. ആ ഒരു ചാലിയം ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ തെളിയിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളായിരിക്കും. എന്തായാലും കട്ട തിരക്ക് എന്ന് തന്നെ പറയാം. ഈ ലാസ്റ്റ് ദിവസത്തേക്ക് ഒരുപാട് ജനങ്ങളാണ് വന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയ്ക്കും ഈ ഒരു സീസൺ 3 അത്രയ്ക്കും വിജയം തന്നെയായിരുന്നു എന്ന് പറയാം. ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉഷാറായി നിൽക്കുകയാണ്. നമ്മുടെ ദൂരെ നമ്മുടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട്, സമാപന സമ്മേളനം നടക്കുന്നുണ്ട്, മന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ണെത്താ ദൂരത്തോളം ജനമുണ്ടെന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കുകയാണ്. നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തണ്ടേ പരിപാടികൾ കാണാനായിട്ട്. അതിനായിട്ട് കുറച്ച് മുമ്പോട്ട് നമ്മൾ നടന്ന് വരികയാണ്. ഇൻ്റർനാഷണൽ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ സീസൺ 3 പങ്കെടുത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിപാടികളെല്ലാം പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്കുള്ള അനുമോദനവും അതുപോലെ പ്രൈസും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ് കാണാൻ സാധിച്ചത്. ജനങ്ങളാണിത് സംഘടിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ജനങ്ങളാണിത് ഹൃദയത്തിലേറ്റിയത്. ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റിവൽ ഈ നാട്ടിലെ ജനങ്ങൾ വീടുകളിൽ നിന്നും മറ്റും ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, കുടുംബശ്രീയുടെ ഭക്ഷണങ്ങൾ, റെസിഡൻസ് അസോസിയേഷന്റെ ഭക്ഷണങ്ങൾ, അതുപോലെ ഇതിന് പുറത്തുള്ള മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ, ഫുഡ് ഫെസ്റ്റിവലിനുള്ള തിരക്ക് അത് നമ്മളൊക്കെ കണ്ടതാണ്. പട്ടം പറത്തൽ മത്സരം മുതൽ വിവിധ മത്സരങ്ങളിൽ അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. ഞങ്ങളിപ്പോൾ ചാലിയത്തു നിന്നാണ് വരുന്നത്. അവിടെയും ജനം തിങ്ങി നിറഞ്ഞിരിക്കുക. ഇത്തവണ പുതുമ നിറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദസറ ഫെസ്റ്റിവലിലും ദീപാവലി ഫെസ്റ്റിവലിലും IPL മത്സരവേദിയിലും കണ്ട കേരളത്തിന് അന്യമായിരുന്ന ഡ്രോൺ ഷോ കേരളത്തിൽ ആദ്യമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഇന്നലെ അത് ആസ്വദിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ പോകുമ്പോൾ ആ ഡ്രോൺ ഷോയിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന് ആശംസ പറയാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂട്ടി അതിനകത്ത്
ശബ്ദം നൽകിക്കൊണ്ട് ആശംസ പറയുന്നുണ്ട് എന്നുള്ളതും അറിയിക്കുന്നു. ഈ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ അഭൂതപൂർവമായ വിജയമാക്കി മാറ്റി തീർത്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. 2024 ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ ഇതിലും ഗംഭീരമായി നമുക്ക് ഒരുമിച്ച് സംഘടിപ്പിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആളുകൾ ആവശ്യത്തോടെ കാത്തിരുന്ന ആ ഡ്രോൺ ലൈറ്റ് ഷോ അടിപൊളിയായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം കൊണ്ട് പരിപാടി നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു വർണ്ണ വിസ്മയം തന്നെയായിരുന്നു തീർത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രോൺ ലൈറ്റ് ഷോയുടെ ഫുൾ വീഡിയോ ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത് നമ്മുടെ ആര്യ ദയാൽ ലൈവ് മ്യൂസിക് ബാൻഡാണ്. ആര്യ ദയാൽ ലൈവ് മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. തകർപ്പൻ പെർഫോമൻസ് തന്നെയായിരുന്നു. എന്തായാലും ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ സീസൺ 3 ഇവിടെ സമാപനം കുറിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.